റീഫ്രഷിംഗ് ഡ്രിങ്ക് ആയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ? അതിനായിട്ട് വലിയൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ മുഴുവനായിട്ടുള്ള നീരാണ്. അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ തന്നെ പുതിനയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുക്കുംബർ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക. ഞാനിവിടെ തൊലി കളഞ്ഞ കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയുടെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1/2 കപ്പ് പഞ്ചസാര വരെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ മുഴുവനായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാനൊരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നല്ലൊരു കൂളിങ്ങും കൂടിയും കിട്ടും ഈ ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ കേട്ടോ. ഈ വേനൽക്കാലത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.